ഹലോ നമസ്കാരം. PSC ഫോർസൈറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എഴുത്തച്ഛൻ പുരസ്കാരത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന് നമുക്ക് വയലാർ അവാർഡ്സ് നോക്കാം. മലയാളത്തിൻ്റെ ജ്ഞാനപീഠം എന്നറിയപ്പെടുന്ന അവാർഡാണ് വയലാർ അവാർഡ്. മലയാളത്തിൻ്റെ ജ്ഞാനപീഠം ആണ് വയലാർ അവാർഡ്. എല്ലാ വർഷവും വയലാർ രാമവർമ്മയുടെ ചരമവാർഷികമായ ഒക്ടോബർ 27 ഈ അവാർഡ് നൽകിപ്പോരുന്നത്. 1977 ഈ അവാർഡ് ആദ്യമായി നൽകി തുടങ്ങിയത്. അന്നത്തെ സമ്മാനത്തുക 25,000 രൂപയായിരുന്നു. നിലവിൽ ഇത് 1,00,000 രൂപയാണ്. 2023 വയലാർ അവാർഡ് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് വയലാർ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചത്. 2023 47ാമത്തെ വയലാർ അവാർഡാണ് നടന്നത്. അപ്പോൾ 2023 ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്ക് ജീവിതം ഒരു പെൻഡുലം. ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്ക് 2023 ശ്രീകുമാരൻ തമ്പിക്ക് വയലാർ അവാർഡ് ലഭിച്ചു. 2022 എസ് ഹരീഷിൻ്റെ മീശ എന്ന കൃതിക്കാണ് വയലാർ അവാർഡ് ലഭിച്ചത്. 2021 ബെന്യാമിൻ്റെ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾക്കും വയലാർ അവാർഡ് ലഭിച്ചു. 2023 ശ്രീകുമാരൻ തമ്പി, 2022 എസ് ഹരീഷ്, 2021 ബെന്യാമിൻ. എസ് ഹരീഷിൻ്റെ മീശ എന്ന കൃതി കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയ കൃതിയായിരുന്നു. അപ്പോൾ അത് കുറച്ചിങ്ങനെ ഓർത്ത് ഇരിക്കാം. 2021, 2022, 2023 നമുക്കിങ്ങനെ ഓർഡറിൽ എഴുതാം. 2023 നേരെ ബെന്യാമിൻ, ഹരീഷ്, 22 ഹരീഷ്, 2023 ശ്രീകുമാരൻ തമ്പി, അങ്ങനെ ഓർഡറിൽ എഴുതാണ്. അതിനുശേഷം ഞാനൊരു കാര്യം പറയാണ്. അങ്ങനെ വലിയൊരു ട്രിക്കൊന്നുമല്ല, ഞാൻ ഒരു വാചകം പറയാണ്. ബഹുമാനപ്പെട്ട ശ്രീകുമാരൻ തമ്പിക്ക് 2023 വയലാർ അവാർഡ് കിട്ടി. ഈ വാചകത്തിൽ ബ ബെന്യാമിനെ 2021 ബ ബെന്യാമിൻ, ഹ ഹരീഷിനെ സൂചിപ്പിക്കാം നമുക്ക്. അപ്പോൾ ബാക്കും ഹാക്കും നമുക്ക് 2021, 2022 ഓർഡറിൽ എഴുതാം. പിന്നെ ആ സെൻറ്റൻസിൽ തന്നെയുണ്ട് ശ്രീകുമാരൻ തമ്പിക്ക് 2023 വയലാർ അവാർഡ് കിട്ടിയെന്ന്. ജസ്റ്റ് നമ്മുടെ മൈൻഡിൽ നിൽക്കും. അപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീകുമാരൻ തമ്പിക്ക് 2023 വയലാർ അവാർഡ് കിട്ടി. എല്ലാവർക്കും ഇത് വയലാർ അവാർഡ് ഓർമ്മയിൽ നിൽക്കുന്നുവെന്ന് വിചാരിക്കുന്നു. ഇനി വയലാർ അവാർഡ് ഏറ്റവും ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി എന്ന കൃതിക്കാണ് വയലാർ അവാർഡ് ആദ്യമായി കിട്ടിയത്. രണ്ടാമതായി വയലാർ അവാർഡ് ലഭിച്ചത് PK ബാലകൃഷ്ണൻ്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന കൃതിക്ക്. അപ്പോൾ ആദ്യമായി വയലാർ അവാർഡ് ലഭിച്ചത് ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷിക്ക്, രണ്ടാമത് കിട്ടിയത് PK ബാലകൃഷ്ണൻ്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന കൃതിക്ക്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത കറണ്ട് അഫെയർസ് ക്ലാസ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.